ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു എലിപ്സ് വരയ്ക്കുന്നതിനെ കുറിച്ചാണ്. എസെൻട്രിസിറ്റി മെത്തേഡ് എന്നുള്ളൊരു മെത്തേഡ് വെച്ചിട്ട് എങ്ങനെയാണ് എലിപ്സ് വരയ്ക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുൻപായിട്ട് ബേസിക്കായിട്ട് ഒരു എലിപ്സ്, പാരാബോല, ഹൈപ്പർബോല ഇവ വരയ്ക്കുന്നതിന് മുമ്പ്, എസെൻട്രിസിറ്റി മെത്തേഡിൽ ഇവ വരയ്ക്കുന്നതിന് മുമ്പ് കുറച്ച് ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഹൈപ്പർബോല, എലിപ്സ് ഇവയെല്ലാം എസെൻട്രിസിറ്റി മെത്തേഡ് വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? വെർട്ടിക്കലായിട്ടൊരു ലൈൻ വരയ്ക്കും. ഇങ്ങനെ വെർട്ടിക്കലായിട്ട് വരയ്ക്കുന്ന ലൈനിന് പറയുന്ന പേരാണ് എന്ത്? ഡയറക്ട്രിക്സ് എന്നുള്ളത്. ഇങ്ങനെ വെർട്ടിക്കലായിട്ട് വരയ്ക്കുന്ന പേരിന് പറയുന്ന പേരാണ് ഡയറക്ട്രിക്സ് എന്നുള്ളത്. ഇതിൽ നിന്ന് പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഹൊറിസോണ്ടലായിട്ട് ഒരു ലൈൻ വരയ്ക്കും. ഹൊറിസോണ്ടലായിട്ട് വരയ്ക്കുന്ന ലൈനിൽ നമ്മൾ 2 പോയിന്റുകൾ മാർക്ക് ചെയ്യും. എഫ് എന്നുള്ളൊരു പോയിന്റും വി എന്നുള്ളൊരു പോയിന്റും. എഫ് എന്നുള്ളതിനെ നമ്മൾ പറയുന്നതാണ് എന്ത്? ഫോക്കസ് എന്നതിനെ ചുരുക്കിയിട്ടാണ് നമ്മൾ എന്ത് എഴുതുക? എഫ് എന്ന് എഴുതുക. അതേപോലെ വി എന്ന് പറഞ്ഞാൽ എന്താണ്? വെർട്ടക്സ് എന്നതിനെ ചുരുക്കിയിട്ടാണ് നമ്മൾ എന്ത് എഴുതുക? വി എന്ന് എഴുതുന്നത്. അപ്പോൾ ഈ എസെൻട്രിസിറ്റി മെത്തേഡിൽ നമ്മൾ ഈ ആദ്യം വരച്ച ഡയറക്ട്രിക്സിനെ എ എന്ന് സൂചിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ വി എഫ് ഡിവൈഡഡ് ബൈ വി എ എന്നുള്ള ഈ റേഷ്യോയാണ് നമ്മൾ എന്ത് പറയുക? എസെൻട്രിസിറ്റി എന്ന് പറയുക. വി എഫ് ഡിവൈഡഡ് ബൈ വി എ എന്നുള്ള റേഷ്യോ നമ്മൾ എന്ത് പറയും? എസെൻട്രിസിറ്റി എന്ന് പറയും. ഈ വി എഫ് ഡിവൈഡഡ് ബൈ വി എ എന്നുള്ളത് ലെസ് ദാൻ 1 ആണ് എന്നുണ്ടെങ്കിൽ അവ എന്തായിരിക്കും? എലിപ്സ് ആയിരിക്കും. അവ എലിപ്സ് ആയിരിക്കും. അതേപോലെ തന്നെ വി എഫ് ഡിവൈഡഡ് ബൈ വി എ എന്നുള്ളത് ഈക്വൽ ടു 1 ആണ് എന്നുണ്ടെങ്കിൽ അവ എന്തായിരിക്കും? പാരാബോല ആയിരിക്കും. ഇനി വി എഫ് ഡിവൈഡഡ് ബൈ വി എ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അവ ഒരു ഹൈപ്പർബോല ആയിരിക്കും. അപ്പോൾ എസെൻട്രിസിറ്റി മെത്തേഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങളാണ് ഡയറക്ട്രിക്സ്, ഫോക്കസ്, വെർട്ടസ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് പറയുന്നത്? എലിപ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഈ എലിപ്സ് എന്നുള്ളത് എന്തായിരിക്കും? വി എഫ് ഡിവൈഡഡ് ബൈ വി എ എന്നുള്ളത് ലെസ് ദാൻ 1 ആണെങ്കിലാണ് എന്ത് വരിക? എലിപ്സ് വരിക. അപ്പോൾ എന്തായിരിക്കും? ഈ വി എഫ് എന്നുള്ളത് ചെറിയ വാല്യൂവും വി എ എന്നുള്ളത് എന്തായിരിക്കും? വലിയ വാല്യൂവുമായിരിക്കും ഏതിൽ? എലിപ്സിൽ വരുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമ്മളൊരു എലിപ്സിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ എന്ത് കാണുന്നുണ്ട്? ഒരു ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്. ആ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? അതിൻ്റെ ഫോക്കസ് പോയിൻ്റ് എന്ന് പറയുന്നത് 30 mm ആണെന്നും അതിൻ്റെ എസെൻട്രിസിറ്റി 3/5 ആണെന്നും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യുക? അതിൻ്റെ ഫോക്കസ് വരയ്ക്കുക. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഡയറക്ട്രിക്സ് വരയ്ക്കും. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്നു. അതിലാദ്യം എന്ത് ചെയ്യുന്നു? ഫോക്കസ് മാർക്ക് ചെയ്യുന്നു. എഫ് എന്ന് പറഞ്ഞൊരു ഫോക്കസ് മാർക്ക് ചെയ്യുന്നു. ഫോക്കസും ഡയറക്ട്രിക്സും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? 30 mm ആണ്. ഇത് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട്. ഫോക്കസ് എന്ന് പറയുന്നത് 30 mm അകലെയാണ് എന്നുള്ളത്. ഇനി എന്ത് തന്നിട്ടുണ്ട്? എസെൻട്രിസിറ്റി എന്ന് പറയുന്നത് 3/5 ആണ്. അപ്പോൾ ഈ 30നെ മൊത്തം എത്ര ആയിട്ട് ഡിവൈഡ് ചെയ്യണം? 8 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. 5ഉം 3ഉം ആഡ് ചെയ്യുമ്പോൾ 8 ആയിട്ട് കിട്ടണം. അതിലെന്താണ്? 3 ഭാഗം എന്ന് പറയുന്നത് എവിടെയാണ്? ഈ വി ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3 ഭാഗം എവിടെയാണ്? ഈ വി എഫ് ആയിട്ടും ബാക്കിയുള്ള 5 ഭാഗം ഏതാണ്? ഈ വി എ ആയിട്ടും നമുക്ക് വരണം. അപ്പോൾ നമ്മളിനി ഈ വി എഫ് എന്നതിൻ്റെ അകലം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളപ്പോൾ എന്ത് ചെയ്യും? മൊത്തം എത്രയാണുള്ളത്? 8 ആണുള്ളത്. ഈ 30ൽ 3 ഭാഗമാണ് നമുക്ക് കാണേണ്ടതെങ്കിൽ എന്ത് ചെയ്യും? 30 × 3 ഡിവൈഡഡ് ബൈ ആ ടോട്ടൽ സംഖ്യ 5 + 3 8 ചെയ്യും. അപ്പോൾ നമുക്ക് എന്താണോ കിട്ടുന്നത് അതായിരിക്കും എന്ത്? ഈ വി എഫ് എന്നതിൻ്റെ അകലം. ഇനി ഈ എ വി എന്നതിൻ്റെ അകലം കിട്ടണമെന്നുണ്ടെങ്കിലോ 5 എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ 30 × 5 ഡിവൈഡഡ് ബൈ 8 ചെയ്യും. അപ്പോൾ എന്താണ് കിട്ടുന്നത്? അതായിരിക്കും എന്ത്? എ വി എന്നതിൻ്റെ അകലം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വി എഫ് എന്നതിൻ്റെ വാല്യൂ 11.25 ആണെന്നും കിട്ടി. വി എ എന്നതിൻ്റെ വാല്യൂ എത്രയാണ്? 18.75 ആണെന്നും കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ വി എ എന്നുള്ളത് ഇവിടെ മാർക്ക് ചെയ്യുന്നത് എത്രയിലാണ്? 18.75 എന്നുള്ള അളവിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വി മാർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? എഫ് മാർക്ക് ചെയ്തു, വി മാർക്ക് ചെയ്തു. ഇനി നമ്മൾ വരയ്ക്കുന്നതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ഈ വിയിൽ ഈ ഡയറക്ട്രിക്സിന് പാരലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ലൈൻ വരയ്ക്കുന്നു. ഡയറക്ട്രിക്സിന് പാരലായിട്ട് വിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ലൈൻ വരയ്ക്കുന്നു.
അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, വി എന്നുള്ള സ്ഥലത്ത് കോമ്പസ് വെച്ചിട്ട് എഫ് റേഡിയസിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ആർക്ക് വരയ്ക്കും. ഒന്നും കൂടി പറയുന്നു, വി എന്നുള്ള സ്ഥലത്ത് കോമ്പസ് വെച്ചിട്ട് വി എഫ് റേഡിയസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ആർക്ക് വരയ്ക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അത് നമ്മളെ വിന്ന് വരച്ച ആ പാരലൽ ലൈനിൽ ടച്ച് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ആ പോയിന്റും എയും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ലൈൻ വരയ്ക്കുന്നു. ഇത്രയും കഴിഞ്ഞതിന് ശേഷം വിയിൽ നമ്മളൊരു ലൈൻ വരച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, അളവുകളൊന്നുമില്ല, എന്ത് ചെയ്യുക, കുറച്ച് ലൈനുകൾ എന്ത് ചെയ്യുക, ഈ വരച്ച ലൈനിന് പാരലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വരച്ചു പോവുക. അളവുകളൊന്നുമില്ലാതെ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ലൈനുകൾ ഇങ്ങനെ വരച്ചു പോവുക. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം വരച്ച ലൈനിന് വി കഴിഞ്ഞിട്ട് രണ്ടാമത് വരച്ച ലൈനിന് നമ്മൾ എന്ത് ചെയ്യുന്നു, 1 എന്ന് പേര് കൊടുക്കുന്നു. രണ്ടാമത് വരച്ച ലൈനിനോ 2 എന്ന് പേര് കൊടുക്കുന്നു. മൂന്നാമത് വരച്ചതിന് 3 എന്ന് പേര് കൊടുക്കുന്നു. നാലാമത് വരച്ചതിന് 4 എന്ന് പേര് കൊടുക്കുന്നു. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ 1 എന്നുള്ള അളവ് കോമ്പസിലെടുക്കുക. 1 എന്നുള്ള അളവ് കോമ്പസിലെടുത്തതിന് ശേഷം എഫ് എന്നുള്ള സ്ഥലത്ത് കോമ്പസ് വെച്ചിട്ട് എന്ത് ചെയ്യുക, ആ അളവിൽ 1 എന്നുള്ള അളവിൽ എഫ് എന്നുള്ള സ്ഥലത്ത് കോമ്പസിൽ വെച്ചിട്ട് ഈ 1 എന്ന് വരച്ച ആ ലൈനിൽ എന്ത് ചെയ്യുക, 2 ആർക്കുകൾ നമ്മൾ കട്ട് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, 2 എന്നുള്ള അളവ് കോമ്പസിലെടുക്കുക. 2 എന്നുള്ള അളവ് കോമ്പസിലെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, എഫിൽ വെച്ചിട്ട് 2 ആർക്ക് 2ൽ കട്ട് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, 3 എന്നുള്ള അളവ് കോമ്പസിലെടുക്കുക. എഫിൽ വെച്ചിട്ട് ആ 3ൽ എന്ത് ചെയ്യുക, ഓരോ ആർക്ക് കട്ട് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, 4 എന്നുള്ളത് കോമ്പസിലെടുക്കുക, എഫിൽ വയ്ക്കുക, എന്ത് ചെയ്യുക, കട്ട് ചെയ്യുക. അതേപോലെ തന്നെ 5 എന്നുള്ളത് കോമ്പസിലെടുക്കുക, എഫിൽ കോമ്പസ് വെച്ചിട്ട് എന്ത് ചെയ്യുക, ആ 5ൽ നമ്മൾ ആർക്ക് കട്ട് ചെയ്യുക. ഇങ്ങനെ കംപ്ലീറ്റ് നമ്മളൊരു ആർക്ക് കട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു എലിപ്സിൻ്റെ ഷേപ്പ് കിട്ടും. അത് എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത് കാണിക്കാം. നമ്മൾ അത് കംപ്ലീറ്റ് ആയിട്ട് ആ ലൈനുകൾ വരച്ച് വരുമ്പോൾ ഇങ്ങനെ വരും, ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. അതിനുശേഷം എന്ത് ചെയ്യുക, വി എന്നുള്ള സ്ഥലത്ത് നമ്മൾ ആദ്യത്തെ ആ എലിപ്സിൻ്റെ ഒരു സൈഡായിട്ട് കൺസിഡർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, എല്ലാ പോയിന്റുകളും തമ്മിൽ എന്ത് ചെയ്യുക, നമ്മൾ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, എലിപ്സ് പോലൊരു ഷേപ്പ് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, എസെൻട്രിസിറ്റി മെത്തേഡിൽ എലിപ്സ് വരയ്ക്കാറ്.